The name of the movie is Kerala Story 2. 37 നടിമാർ ലവ് ജിഹാദ് കാരണം സഫർ ചെയ്തു എന്ന് പറയുന്ന 37 സ്ത്രീകളെയാണ് കേരള സ്റ്റോറി പാർട്ട് 2ന്റെ നിർമ്മാതാക്കൾ മീഡിയനെ അഭിമുഖീകരിക്കാനായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ നല്ലപോലെ അഭിനയിക്കാൻ അറിയാവുന്ന ഈ സ്ത്രീകളെ മീഡിയയുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കാമെന്ന് മാത്രം പഠിപ്പിക്കാനായിട്ട് ഈ നിർമ്മാതാക്കൾ മറന്നുപോയി എന്ന് തോന്നുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഈ 37 സ്ത്രീകളിൽ മലയാളി എവിടെ? കാരണം ഇതൊരു കേരള സ്റ്റോറിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ പറയുന്ന മലയാളി എവിടെ? The name of the movie is Kerala Story 2, but there is no victim from Kerala. മൂവിയുടെ ഡയറക്ടർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു കേരളത്തിൽ 32,000 ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും പിന്നീട് ഇന്ത്യയിലേക്ക് കേരളത്തിൽ നിന്നാണ് ലവ് ജിഹാദ് സ്പ്രെഡ് ആയതെന്നും. ഇത് കഴിഞ്ഞിട്ടുള്ള മീഡിയയുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു, സുപ്രീം കോടതി വിധി എഴുതി ഇന്ത്യയിൽ ലവ് ജിഹാദ് എന്നതില്ല എന്ന്. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ളൊരു മൂവി ചിത്രീകരിച്ചു എന്ന ചോദ്യത്തിന് അവരുടെ പ്രൊഡ്യൂസറാണ് മറുപടി നൽകിയത്. സുപ്രീം കോടതി വിധി എഴുതിയെങ്കിൽ പോലും ഇതിന്റെ പേരിൽ ഇന്ത്യ ഒട്ടാകെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു. എവിടെയാണ് സർ ഈ തർക്കങ്ങൾ? ഈ ചോദ്യത്തിന് പ്രൊഡ്യൂസർ ദേഷ്യപ്പെട്ടുകൊണ്ട് മറുപടി പറഞ്ഞു, യൂട്യൂബിൽ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾ അത് പോയി നോക്കിക്കോളാൻ. കഷ്ടം തന്നെ. उसका वीडियो आज भी YouTube पे अवेलेबल है। आज हम उनको ले आते हैं तो आप कहते हैं आप उन्हीं लोगों को वापस ले आ रहे हो, तो आप दोनों तरफ बात करेंगे, ये सही। ഇത്തരത്തിലുള്ളൊരു മൂവി പുറത്തിറക്കിയത് വഴി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലുള്ള ആളുകളെ തമ്മിൽ തല്ലിക്കാമെന്നാണോ, അതോ ഇതിന് പുറകിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ടോ? ഇത് കാണുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ള ആകെ ഒരു കാര്യം ഇതാണ്, ക്രിട്ടിസൈസ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ കളിയാക്കാനായിട്ട് പോലും ഈ മൂവി റിലീസായി കഴിഞ്ഞാൽ കാണാതിരിക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ഓൾ വി കെൻ ഡു.